വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചേച്ചിയുടെ വീട്ടിൽ നിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ 8 മണിയായി എഴുന്നേറ്റാണ് ചേച്ചി ഒരു കട്ടൻ കാപ്പി കിട്ടുന്നത്, അതൊക്കെ കുടിച്ചു. പിന്നെ അതിന് ശേഷം തുണി കഴുകാൻ വേണ്ടി പോയി കേട്ടോ. ഇവിടെ ആയതുകൊണ്ട് 8 മണിയൊക്കെ ആവും എഴുന്നേക്കണമെങ്കിൽ. അപ്പം ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ചേച്ചി അപ്പത്തിന് റെഡിയൊക്കെ ആക്കി ഞാനും ചേച്ചി ഹെൽപ്പ് ചെയ്യും കേട്ടോ. അല്ലാതെ ഞാൻ വന്ന് വെറുതെ തിന്നുകൊണ്ടിരിക്കുകയല്ല. നിങ്ങളൊക്കെ വിചാരിക്കും ഞാൻ വെറുതെ വന്ന് തിന്നുകൊണ്ടിരിക്കുകയാണെന്നല്ല കേട്ടോ. അങ്ങനെ അവർക്കെല്ലാം ഫുഡ് കൊടുത്തു. അച്ചാച്ചൻ അത് കഴിഞ്ഞിട്ട് ഗുളികയും കാര്യങ്ങളൊക്കെ കഴിക്കാറുണ്ട്. അതൊക്കെ ശേഷമാണ് ഞാനും ചേച്ചിയൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളവിടെ ചെറുക്കനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ സാവകാശം ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഫുഡ് എടുക്കും, പെട്ടെന്ന് അങ്ങോട്ട് വെട്ടി വീഴും, നമ്മൾ എഴുന്നേറ്റ് അപ്പോഴേ പോയി. ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ പതുക്കെ ഇരുന്ന് കഴിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ. അപ്പോൾ നമുക്ക് എത്ര ഫുഡ് കഴിച്ചാലും നമുക്ക് ഇറങ്ങിപ്പോകുന്നത് അറിയത്തില്ല കേട്ടോ. കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. അത് കഴിഞ്ഞിട്ട് പിന്നെ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴുകുക. ചേച്ചി കഴിക്കാമെന്ന് പറഞ്ഞെങ്കിലും നമ്മളത് ചെയ്യുന്നത് ശരിയല്ലല്ലോ. നമ്മളിവിടെ വന്നിരിക്കുമ്പോൾ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യണമല്ലോ അല്ലേ. നമ്മളത് വെറുതെ വന്നിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ല. അങ്ങനെ ഞാൻ ചേച്ചി എന്തെങ്കിലുമൊക്കെ ഹെൽപ്പൊക്കെ ചെയ്യുന്നുണ്ട് എന്നെ പറ്റുന്നത് പോലെ കേട്ടോ. അങ്ങനെ പിന്നെ അതിന് ശേഷം പിന്നെന്താണ്, പിന്നെ അച്ചാച്ചനും പിള്ളേരും കൂടെ പച്ചക്കറിയൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അവർ പിന്നെ പുറത്തോട്ട് പോകാൻ വേണ്ടി ഇറങ്ങി. പച്ചക്കറി മീനും ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി. പിന്നെ ഒരു കാര്യം കൊണ്ടിട്ടാൻ വേണ്ടി ഇന്നത്തെ ദിവസം എൻ്റെ ബർത്ത്ഡേ കൂടെ കേട്ടോ. ബർത്ത്ഡേ ആണെന്നുകൊണ്ട് വലിയ ഒന്നുമില്ല, വലിയ നല്ല ആഘോഷങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ. ഒരു കേക്ക് പോലും കട്ട് ചെയ്യുന്നില്ല. വയസ്സാം കാലത്ത് എന്തോന്നും ബർത്ത്ഡേ അല്ലേ. ഇനിയിപ്പം നമ്മുടെ കൊച്ചുങ്ങളുടെ ബർത്ത്ഡേക്കൊക്കെ ചെറിയൊരു കേക്കൊക്കെ ഉണ്ടായി കട്ട് ചെയ്യാൻ അത്ര തന്നെ. പണ്ടും ഇല്ല ഇപ്പോഴും ഇല്ല ബർത്ത്ഡേക്ക് കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊന്നും. അങ്ങനെ അവർ പിന്നെ പോയി പച്ചക്കറിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പം ഞാൻ സാമ്പാറിനുള്ള കഷ്ണങ്ങൾ ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ചേച്ചി അപ്പുറത്ത് അവിയലിനുള്ള കഷ്ണങ്ങൾ അരിയുന്നു. ഇങ്ങനെ ഓരോരുത്തരും ഓരോന്ന് ചെയ്യുമ്പോഴത്തേന് പെട്ടെന്ന് നമ്മുടെ പരിപാടികളൊക്കെ കഴിയുമല്ലോ. അങ്ങനെ ഞാൻ പിന്നെ നമ്മളിവിടെ 2-3 പേർക്ക് വെക്കുമ്പോൾ ഇത്ര അളവ് നമുക്കറിയാമല്ലോ. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇത്രയും പേർക്ക് കൂടെ ഒക്കെ വെക്കുമ്പം അതിൻ്റെ പരിപ്പിൻ്റെ അളവും കാര്യങ്ങളൊന്നും അറിയില്ല. അങ്ങനെ ഞാൻ ചേച്ചിയോട് ചോദിച്ചപ്പോൾ ചേച്ചി ഇത്ര ഇടാൻ പറഞ്ഞു, അതൊക്കെ ഇട്ടു. പിന്നെ നമ്മൾ അതിനുള്ള വെജിറ്റബിൾസ് എല്ലാം അരിഞ്ഞത് കുക്കറിലേക്ക് ഇട്ടു. അത് പിന്നെ വെച്ച് സാമ്പാറിന് പിന്നെ 2-3-4 വിസിൽ അതിട്ടാകുമ്പോഴത്തേന് സാമ്പാർ റെഡിയാകും കേട്ടോ. ഞാൻ പിന്നെ അതിന് കടുക് പൊട്ടിക്കുമ്പോൾ മാത്രമേ ഞാൻ മറ്റേ പൊടികളെല്ലാം മൂപ്പിച്ചിടത്തുള്ളൂ കേട്ടോ. അങ്ങനെ ചേച്ചി പിന്നെ അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു, അത് റെഡിയാക്കാൻ വേണ്ടി പോയി. പിന്നെന്താ 2 മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വീട്ടിൽ നിന്നപ്പോൾ 2 മാങ്ങ കൊണ്ടുവന്നു കേട്ടോ. പുളിയില്ലാത്ത മാങ്ങ. ചേച്ചിക്ക് അച്ചാറിടാമെന്നിട്ട് കൊണ്ടുവന്നു. അപ്പോൾ ചേച്ചി അച്ചാറിട്ടില്ല. അപ്പോൾ പിന്നെ അത് അരിഞ്ഞിങ്ങനെ ഉപ്പും മുളകൊക്കെ ഇട്ട് തിന്നാമെന്ന് വിചാരിച്ചു. അപ്പോഴേ അച്ഛൻ പറഞ്ഞ അങ്ങനെ ഇരിക്കേണ്ട, മറ്റേ കൊത്തി അരിഞ്ഞിട്ട് കൊച്ചുള്ളിയൊക്കെ ചതച്ചിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞു കേട്ടോ. ഞാനങ്ങനെ കഴിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ അറിയാത്ത കാര്യം നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞാനിപ്പോൾ അതുപോലെ ചെയ്യാറ്. അപ്പോൾ ചേച്ചിയും പറഞ്ഞു നല്ലതാണെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ കൊച്ചുള്ളിയൊക്കെ ചതച്ച് മുളകും നമ്മുടെ ഉപ്പും വെളിച്ചെണ്ണ എല്ലാം ഒഴിച്ചു അതൊന്ന് സെറ്റാക്കി കേട്ടോ. വെളിച്ചെണ്ണ കുറഞ്ഞു പോയി. പിന്നെ പൊന്നു വന്ന് കുറച്ചും കൂടെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് അതൊന്ന് സെറ്റാക്കി. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ പോയിരുന്നു. അതൊന്ന് കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. മറ്റേ ക്യൂബ് പോലെ അരിയുന്നതിനെക്കാട്ടിലും ടേസ്റ്റായിരുന്നു. ഇങ്ങനെ കൊത്തി എരിഞ്ഞ് ഉള്ളിയൊക്കെ ചതച്ചതിട്ട് കഴിക്കാൻ കേട്ടോ. അച്ചാച്ചൻ പറഞ്ഞത് വെറുതെ അല്ല എന്ന് മനസ്സിലായി. പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെയും അതുപോലെ തന്നെ മാങ്ങ കൊത്തിയായിരുന്നു ഞങ്ങൾ കഴിച്ചു കേട്ടോ. ഇതിപ്പം കുറച്ച് 3-4 ദിവസമായതൊന്ന് വീഡിയോ എടുത്ത് വെച്ചിട്ട് ഇപ്പോഴാണ് ഇത് എഡിറ്റ് ചെയ്യാനൊക്കെ സമയം കിട്ടിയത്. അങ്ങനെ ഞാൻ പിന്നെ അത് കഴിക്കാൻ കൊണ്ടുവന്ന് സിറ്റൗട്ടിലിരുന്ന് എല്ലാവരും കൂടെ കൊണ്ടുവച്ചത് മാത്രം അറിയാൻ. അത് എപ്പം തീർന്നു എങ്ങനെ തീർന്നു ഒരു പിടിയിലുണ്ട്. പിള്ളേരും കഴിച്ചിട്ട് എൻ്റെ പറ്റുന്നതല്ല ജോക്കൂട്ടനൊക്കെ കഴിച്ചു. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ നമുക്ക് അവിടെ ടിവിയുടെ എന്തോ കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടായിരുന്നു. അങ്ങനെ അച്ഛൻ പിന്നെ അതിൻ്റെ പുറവേലായി. പിന്നെ അവിയൽ വെച്ച് കഴിഞ്ഞപ്പോഴത്തേന് കുഞ്ഞിന് ജോക്കൂട്ടിന് അവിയൽ വേണമെന്ന് പറഞ്ഞു. അപ്പോഴത്തേന് കുഞ്ഞിനും അവിയൽ വേണമെന്ന് പറഞ്ഞു. പിന്നെ അവർക്ക് അതൊക്കെ കൊടുത്തു. പിന്നെ ടിവിയുടെ പുറവേൽ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നു. അതേ അച്ചാച്ചനും അവർക്കും എല്ലാവർക്കും ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നത്. അതാകുമ്പോൾ എല്ലാവരും കഴിച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴത്തേനെ നമുക്കിങ്ങനെ പതുക്കെ ഇരുന്ന് കഴിച്ചാൽ മതിയല്ലോ. പിന്നെ കൊച്ചിനൊക്കെ കൊടുത്തിട്ടേ കഴിക്കത്തുള്ളൂ. കാരണം പിള്ളേർക്ക് കൊടുക്കാതെ കഴിച്ച് നമ്മുടെ വയറ് നിറയില്ല. എപ്പോഴായാലും എനിക്ക് പിള്ളേർക്ക് ഫസ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ടേ പറ്റും. അത് ഞാൻ മാത്രമല്ല, എല്ലാ അമ്മമാരും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. അങ്ങനെ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല സാമ്പാറും മീൻകറിയും അവിയലും പിന്നെ എന്തോ തോന്നുന്നുണ്ടായിരുന്നു. ഞാനത് എടുത്തില്ല കേട്ടോ. ഇത്രയും തന്നെ മതിയായിരുന്നു. നല്ല സൂപ്പർ സാമ്പാറായിരുന്നു കേട്ടോ. ഇച്ചിരി ചോറ് കഴിക്കുന്ന പൊന്നു അന്ന് എന്തോ 2-3 പ്രാവശ്യം ചോറ് കഴിച്ചു കേട്ടോ. ആൻറ്റിയുടെ സാമ്പാർ സൂപ്പറാന്ന് പറഞ്ഞുകൊണ്ട് കഴിച്ചു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എൻ്റെ സാമ്പാർ. അങ്ങനെ പിറ്റേന്ന് സാമ്പാർ തന്നെ നമുക്ക് വെക്കാമെന്ന് പറഞ്ഞാൽ ചേച്ചി വീണ്ടും പിറ്റേന്ന് സാമ്പാർ തന്നെ വെപ്പിച്ചു കേട്ടോ. പിന്നെ വൈകിട്ട് നമ്മൾ സൂവിൽ പോകാൻ വേണ്ടി ഇറങ്ങി.
ജോക്കുട്ടൊന്നും സൂവിൽ പോയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ പിന്നെ സൂവിലൊക്കെ പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങി. ആ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടുണ്ട്, പക്ഷേ ആ വീഡിയോസൊന്നും ഞാൻ ഇതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യുന്നില്ല. കാരണം അത് വേറെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിന് വോയിസ് ഓവറും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട, അതല്ലാതെ വെറും വീഡിയോ ആയിട്ട് തന്നെ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോൾ നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി കയറി. ചേച്ചിയുടെ അളിയൻ്റെ വക എൻ്റെ ബർത്ത്ഡേക്ക് സ്പെഷ്യലായിട്ടൊരു എന്താണ് നമ്മുടെ നൂൽ പൊറോട്ടയും ഒക്കെ വാങ്ങിച്ചു തന്നു. അതും പിന്നെന്താ മിൽക്കി ഗാർലിക് ചിക്കൻ, പിന്നെ വേറെ എന്തായിരുന്നു, പെപ്പർ ചിക്കൻ, പിന്നെ ചിക്കൻ ഫ്രൈ. നമ്മൾ ഫസ്റ്റ് ചെല്ലുമ്പോൾ ഒരു വെൽക്കം ഡ്രിങ്ക് പോലെ നമുക്ക് ഈ തേയില വെള്ളം, അതായത് കട്ടൻ ചായ എന്നാണ് തോന്നുന്നത് അല്ലേ, കുഞ്ഞ് ക്ലാസ്സിൽ അത് തരും കേട്ടോ. അത് കുടിച്ചു നല്ല ഇഞ്ചിയൊക്കെ ഇട്ട്. അതിനുശേഷം ഫുഡ് വന്നു ആ മിൽക്കി ഗാർലിക് ചിക്കൻ. അതിന് ടേസ്റ്റ് ഇപ്പോഴും എൻ്റെ വായിലിരിക്കും കേട്ടോ. എന്തോ ടേസ്റ്റാണെന്നറിയാം. അത് കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നല്ല ക്രീമി ആയിട്ടുള്ള ചിക്കൻ, നല്ല ടേസ്റ്റാണ് അത് കഴിക്കാൻ കേട്ടോ. പിന്നെ കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് വിചാരിച്ചത് ഈ പെപ്പർ ചിക്കൻ വാങ്ങിക്കാതെ അത് തന്നെ 2 പ്ലേറ്റ് വാങ്ങിച്ചാൽ മതിയാണെന്ന് വിചാരിച്ചു. അങ്ങനെ അതും കുശാലായിട്ട് കഴിച്ചു. നമ്മുടെ ചിലവ് വല്ലവരും നമുക്ക് ചിലവ് ചെയ്യുമ്പോൾ നമുക്ക് രുചി കൂടുമല്ലോ അല്ലേ.